ഇന്നലെ വരെ ഓടിച്ചാടി അവന്റെ സമയം അവനെന്തോ പ്രായമുണ്ട്. മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോ എത്തിയുള്ളൂ. നേരെ ഇങ്ങോട്ട് പോന്നു. അല്ല നിങ്ങൾ വന്ന മോൻ അൻവറിന്റെ ഡോക്ടർ എന്തൊക്കെയോ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മകതൊന്നും വായിച്ച് മനസ്സിലാവുന്നില്ല. ഇതോന്റെ ബാപ്പയാ. സാരമില്ല, എല്ലാം ശരിയാവും. നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാം. അതെ, അങ്ങോട്ട് അൻവറിന്റെ ബാപ്പ? അതെ. എന്താ ജോലി? വിദേശത്താണ്. ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണ്. സർ, ക്രോണിക് ലിവർ ഡിസീസ്. എന്ന് വെച്ചാ ലിവർ മാറ്റിവെക്കുക അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. അതിനവൻ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ്. ഭക്ഷണം, ജങ്ക് ഫുഡ് ഇതുവഴിയൊക്കെ സംഭവിക്കാം. പക്ഷേ ഇത് വളരെ ലേറ്റ് ആയിപ്പോയി. ലിവർ മാറ്റിവെക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന കാര്യമല്ല സാർ. ശരിയാണ്. അതിലുപരി ഒരു ഡോണറെ കണ്ടെത്തുകയും വേണം. ജീവൻ നിലനിർത്താൻ മറ്റു വഴികളൊന്നുമില്ല. സാർ, എന്റെ മകന്റെ ജീവൻ മാക്സിമം ട്രൈ ചെയ്യാം. വിജയകരമായി പല ശസ്ത്രക്രിയകളും ഇവിടെ നടത്തിയിട്ടുണ്ട്. പരാജയപ്പെട്ടവയും ഉണ്ട്. എല്ലാം ദൈവത്തിന്റെ കൈകളിലാണ്. ഡോക്ടർ കണ്ട എന്താ പറഞ്ഞ? अच्छा 16th हम लोग बॉम्बे पहुंचेगा. അറസ്റ്റോ? എന്ത് പിണ്ണാക്കിന്? പിണ്ണാക്കിനും കാലത്തെറ്റിക്കൊന്നും അല്ലടോ. ഇത് മുകളിൽ നിന്നുള്ള ഓർഡറാ. എന്തത്? ഇങ്ങോട്ട് മാറും. എന്റെ കുളിരെ നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഓനും എന്റെ കരളല്ലടാ. ഓനിപ്പോ കരളില്ലാതെ കിടക്കല്ലേ? അല്ല, അപ്പം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ? എന്റെ ഹൃദയം വരെ ഞാൻ അവന് പറിച്ചു കൊടുക്കും. അല്ല, എനിക്കൊരു സംശയം. നിനക്കപ്പോഴും സംശയം മാത്രമേ ഉള്ളൂ. കേക്കട്ടെ. ശ്രീകുട്ടന്റെ കരള് അൻവറിന് കൊടുത്തെന്നിരിക്കട്ടെ, ഇതൊക്കെ തമ്മിൽ ചേരുവോ? അതിനുള്ള ടെസ്റ്റ് ഒക്കെ എടുത്തില്ലേ? ചേരാണ്ട് എവിടെ പോവാൻ? അല്ല, ഹിന്ദുവിന്റെ കരള് മുസ്ലിമിന് കൊടുത്താൽ കുഴപ്പമുണ്ടാവോ? അങ്ങനെയാണെങ്കിൽ ഹിന്ദുവിനെ ഹിന്ദു ഡോക്ടറെ തന്നെ കാണിക്കാൻ പറയൂലേ? മതം നോക്കിയൊന്നുമല്ല, രക്തവും കണ്ണും കരളും വൃക്കയും ഒക്കെ ദാനം ചെയ്യുന്നത് മനുഷ്യനെ നോക്കിയാണ്. ഈ താടിയിലും മുടിയിലും വരെ വിവരം വെച്ച് തുടങ്ങി. ഉടുമ്പന്തല കുഞ്ഞിരാമൻ, അതല്ലോടൂ തന്റെ യഥാർത്ഥ പേര്? എന്നെ എവിടുന്ന് കിട്ടി ഈ പനടിക്കുള്ള? അത് സ്റ്റൈലിൽ വെച്ചതാ സാറേ. നല്ല ഇട്ടി കിട്ടാഞ്ഞിട്ടാ സ്റ്റൈല്. ബാക്കിയോടെ പറ കേൾക്കട്ടെ. ചെറുപ്പത്തിലെ നാട് വിട്ടു. ബോംബെയിൽ സൈക്കിളിൽ ചായക്കച്ചവടമായിരുന്നു ജോലി. പിന്നെ ചിട്ടി തുടങ്ങി. അവസാനം അത് പൊട്ടിയപ്പോ കോടികൾ പറ്റിച്ച് മുങ്ങിക്കളഞ്ഞു. സാറേ, ഞാൻ വെറൊരു ഇന്നസെന്റാ. എന്നെ വെറുതെ വിടണം സാറേ. അങ്ങ് മുംബൈ പോലീസ് വരും അങ്ങ് സ്വീകരിച്ചുകൊണ്ട് പോകാൻ. അപ്പൊ എന്റെ കാര്യം പോക്ക അല്ലേ സാറേ? അതെ, പോക്ക. ഗോവിന്ദ. മോനെ, പൊന്നു മോനെ, പഠിച്ചോനെ കാക്കൂ മോനെ.
ഈശ്വര. അമ്മ കാത്തിരുന്ന് ബാറ് തുറന്നപ്പോ ഈ ആകാശത്തിന് കീഴല്ലേടാ നമ്മുടെ സ്വന്തം ബാർ. സീക്കുട്ടാ തമാശ കളിക്കില്ലേ, രണ്ടെണ്ണം കഴിച്ചേ. ഈ കടലിന്റെയും പുഴയുടെയൊക്കെ ഭംഗി ശരിക്കും അറിയുന്നത് ഇപ്പോഴാ. ഓ ഇവൻ വന്ന് സ്റ്റാൻഡേർഡ് ആയിക്കൊണ്ടിരിക്കുക. അതെനിക്ക് ഇഷ്ടല്ല. നിങ്ങൾ കഴിച്ചോ, ഞാൻ കൂടെ തന്നെ ഇല്ലേ. ആ നത്തോലിയെ പിന്നെ കണ്ടിട്ടേടാ. ഇന്ന് രാവിലെ അവിടെ വായനശാലയിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇനി അവന് പിരിവെടുത്ത് ജീവിക്കാൻ പറ്റില്ല. അവനെ ഒന്ന് പൊക്കണമല്ലോ. ചില കണക്കുകൾ ഇനിയും ബാക്കിയില്ലേ. അവൻ എന്തായാലും നിന്റെ അടുത്ത് വന്ന് 2 വാക്ക് പറയായിരുന്നു. അവൻ വരൂടാ, വരും. ദേ പറഞ്ഞ് നാക്കെടുത്തില്ല. രാംരാജിന്റെ പരസ്യം പോലെ വരുന്ന കണ്ടോ ആ കള്ളൻ. കുളിരെ വിടണ്ട, പൊക്കിക്കോ. പൊക്കിക്കോടാ, അത് ഞാൻ പിടി. വാടാ കരിമ്പൂതം. പോടാ, പോയി പിടിക്കടാ. നീ വാടാ. വിട്ടോ, ഞാൻ പോവാ. ഇവന് നന്നായിട്ട് അഭിനയിക്കാനൊക്കെ അറിയാം. നീ പാടാൻ പറയാ. ബാ മോനെ, ആശാനല്ലേ വിളിക്കുന്നേ. എന്റെ ശ്രീകുട്ടൻ എനിക്കൊന്ന് ഇങ്ങോട്ട് കൊണ്ടു. ആളെത്തി. ഡാ, മനുഷ്യനായ കുറച്ചൊക്കെ നന്ദി വേണോടാ, നന്ദി. നിനക്ക് എന്നെ വന്ന് കണ്ടാൽ എന്താ? നീ ആരാടാ നിന്നെ അങ്ങോട്ട് മോൻ കാണിക്കാൻ? ഒരു കഷ്ണം കരളും മുറിച്ച് തന്നു കരുതി. നീ വല്ല ആളെന്നാവണ്ട. നിന്നെ കാണാതെ എനിക്ക് ഉറക്കം വരില്ലടാ. നീ എനിക്കും അങ്ങനത്തെ ആളാ. കളഞ്ഞു. ക്ലൈമാക്സ് തീരെ ശരിയായില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് പോരടാ. ഇവന്മാര് തമ്മിൽ കട്ടക്കടിച്ചു നിൽക്കണം. സെന്റിമെന്റ്സ് പണ്ട് എനിക്ക് ഇഷ്ടമല്ലടാ. പറയടാ പരമനാറി, ആരാടാ നിന്നെ ഒന്ന് പഞ്ഞി കിട്ടത്? ആ ഇത് കൊള്ളാം, ഇത് മതി, ഇത് കലക്കി. അതൊക്കെ കഴിഞ്ഞില്ലടാ, നീ വിട്ടുകളാ. അതിനുത്തരം പറയാതെ നിന്നെ വിടില്ലടാ പൊന്നു മോനെ. ഞാൻ പറയാം, ഞാനെല്ലാം പറയാം. ശ്രീകുട്ട വിടലേ, ഓടും. ഇല്ല, ഇനിയെങ്കിലും എനിക്കെല്ലാം പറയണം. എല്ലാം മനസ്സിലായി. അത് ആൻഡോ ചേട്ടനെ ആരോ പറഞ്ഞ് പറ്റിച്ചതാ. ആ സ്ഥലം ചേട്ടൻ വിറ്റതല്ലേ, പിന്നെ വെളിവില്ലാതെ ഓരോന്ന് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ. എന്തോ ചേട്ടൻ പാവലടാ മോനെ. പിന്നെ ആരാ കേസ് കൊടുത്തത്? പിന്നെ സ്വന്തം മോനെപ്പടി ഞാൻ കേട്ടു. നീ പറഞ്ഞോടത്തൊക്കെ ഞാൻ കുത്തി പറഞ്ഞു ഉപ്പിട്ട് അവസാനം ജന്മന്നെ ചതിച്ച്. ഇനിയിപ്പൊ ഞാൻ ചെയ്യേണ്ട ഇവിടെ കിടന്ന് പെടഞ്ഞു പറഞ്ഞ് ചത്തോളൂ. നാളെ എന്റെ വക ഒരു റീത്തും പിന്നെ പരേതാത്മാവിന് വേണ്ടി ഒരു പ്രാർത്ഥനയും. ആരടാ അവിടെ? പിടിക്കടാ അവനെ, പിടിച്ച് തീർച്ചയാക്കവനെ. ഓ വിടരുത്, ഇവിടെ കിടന്ന് ചാവും. പിടിക്കടാ അവനെ, പിടിക്കടാ അവനെ. എന്നാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല.
ഓൻ ഇങ്ങനെ കടുകൈ ചെയ്യുന്ന എനിക്ക് വിശ്വസിക്കാൻ വയ്യ സാറേ. ഓനാള് വെറും കൊസ്രാക്കൊള്ളിയാ. വാനരപ്പട വേറെയും അലവലാദികളാ. ഓനിങ്ങോട്ട് വരട്ടെ. ക്ഷമിക്കുന്നില്ല ഒരു അതിരൊക്കെ. സംസാരിച്ച് നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം. കേസും കൂട്ടൊന്നും വേണ്ട. അതുങ്ങൾ പറഞ്ഞ് ശരിയാ. ഓന് പഠിച്ചോൻ കൊടുത്തോളൂ. പാവ എൻ്റെ മോൻ കിടക്കണ കിടപ്പ് കണ്ടില്ല സാറേ. പറഞ്ഞൊന്നും മറക്കണ്ട. രണ്ടിനെയും കൊന്ന് കായലിൽ തള്ളിയ. എന്നാ ഞാൻ ഇറങ്ങുന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ അങ്ങ് മംഗളമായിട്ട് അവസാനിച്ചു. ഒരു ബൈ ഇലക്ഷന് സാധ്യതയുണ്ട്. എന്താ നിന്റെ 16 അടി കഴിയാറായോ? അതെ, ഇവിടെ ചില അടി യന്ത്രങ്ങൾ നടക്കും. ആ പറഞ്ഞു തീർന്നില്ലല്ലോ. ഇനി ആവശ്യത്തിന് മേടിച്ചു അടിയോ ഇടിയോ ഇഷ്ടം പോലെ. അല്ലടാ ശ്രീധരൻ സാറേ, നമുക്ക് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും സംസാരിക്കാനില്ലെങ്കിലോ? വേണ്ട, സംസാരിക്കണ്ട. എടാ, എന്നാ നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങിയാലോ? പിന്നല്ലാതെ. എന്താന്ന് വെച്ചാ കാര്യം പറഞ്ഞങ്ങ് അടി തുടങ്ങാം. അതല്ലയോ എന്റെ മര്യാദ? ഈ പരമനാറിയ എല്ലാത്തിനും കാരണം ഒരു പാവത്തിനെ പറഞ്ഞ് പറ്റിച്ച് കൊന്ന് തള്ളിയിട്ട് ഞെളിഞ്ഞ് നടക്കുന്നു. ഈ നാടിന്റെ ക്യാൻസർ ഈ പന്നനറിയാതെ ഈടൊരു അപ്പൊ ശ്രീകുട്ട പറയടാ, ആദ്യം ആരാ തുടങ്ങേണ്ടത്? ആദ്യം നമുക്ക് തുടങ്ങാം. എന്താടാ ഈ കാണിക്കുന്നേ? എടാ, ഇങ്ങനെ എടുത്ത് ചത്തുപോകൂടാ. ഇയാളെ ഇങ്ങോട്ട് മാറി നിന്നേ. എടാ, ഇടിക്ക് ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്. ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ കുനിച്ച് കാല് കെട്ടണം. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഫ്ലോ മോഷൻ തള്ളി വെക്കണം. ചവിട്ടി അങ്ങോട്ട് കൈവസത്തിനെ അടി പണ്ടേ നിർത്തുക. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് പൊന്നു സാറ് വണ്ടിയെ കയറിയാട്ടെ. ഹലോ, ഹായ്. ആരുടെ നമ്മൾ തമ്മിൽ പരിചയമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ആഷിക് നാരായണൻ. അതിന് നമ്മളെന്തോണം? പേരിൽ തന്നെ ഉണ്ടല്ലോ ഒരു കൊസ്രാകൊള്ളി. എനിക്ക് നിങ്ങളെ എല്ലാവരെയും നന്നായിട്ടറിയാം. ശ്രീകുട്ടൻ, അൻവർ, ഡാനി, കുളിര്. നിങ്ങളെന്താ പേര് പറഞ്ഞു പഠിപ്പിക്കാൻ വന്നാണോ? അല്ല, ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. പരിചയപ്പെട്ടല്ലോ. അതെ, ഞങ്ങൾ ഇവിടെ ചില സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. എനിക്ക് പറയാനുള്ളതും സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ശരിക്കും നിങ്ങളുടെ ഈ ലൈഫ് എത്ര സുന്ദരമാണ്. പരസ്പരം കരള് പറിച്ചു കൊടുക്കുന്ന സൗഹൃദം ശരിക്കും ഫീൽ ചെയ്യാം. ഇതാണ് സൗഹൃദം. ഇത് തന്നെയാണ് സൗഹൃദം. തീർന്നില്ലേ? എന്നാ നീ വിട്ടോ. എനിക്ക് സംസാരിക്കണം. അൻവറിനോടും ശ്രീകുട്ടനോടും ഹൃദയം തുറന്ന് സംസാരിക്കണം. നമുക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലെങ്കിലോ? നമ്മൾ തമ്മിൽ വലിയ ബന്ധമുണ്ട്. കരളറിയുന്ന ആത്മബന്ധം. കുറെ നേരമായില്ലോ വലിയ വലിയ ഡയലോഗ്. നിങ്ങൾ ആരാ? എന്താ വേണ്ടത്? അങ്ങനെ ചോദിക്കും. അതാ എനിക്കും ഇഷ്ടം. അതെ, ഞാനൊരു ചെറിയ കഥ പറയാം. ഈ കഥ ഇവിടെ കൊണ്ടൊന്നും തീരുന്ന മട്ടില്ല. എന്താന്ന് വെച്ചാ പറഞ്ഞു തോലക്ക്. ഞാൻ ആഷിക് നാരായണൻ. എന്താ ഇങ്ങനെ പേരെന്നല്ലേ? അച്ഛൻ അസലൊരു നമ്പൂതിരിയ, അമ്മ മുസ്ലിം. ഒരുപാട് കാലത്തെ പ്രണയം. ഒടുവിൽ അവർ ഒന്നിച്ചു. കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാനിപ്പോ അബുദാബിയിൽ സെറ്റിൽഡ് ആണ്. ഇതൊക്കെ നമ്മളോട് പറയുന്നത് എന്തിനാ? കാര്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ തേടി വരില്ലല്ലോ. ഹായ്. ശരിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം? പണത്തിന് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് മനസ്സിലായി. പക്ഷേ വേറെ വഴിയൊന്നുമില്ല. മൈന ശരിക്കും ആലോചിച്ചിട്ടാണോ? മോനെ, എന്റെ നെഞ്ചിൽ തീയ. അതെ, ഈ ഒരവസ്ഥയിൽ എനിക്കെന്നെ ഒന്നും ചിന്തിക്കാനില്ല. ശരി, പണം ഞാൻ തരാം. അമ്മയുടെ ഓപ്പറേഷൻ എന്നാ? അത് കഴിഞ്ഞിട്ട് മതി. അമ്മയ്ക്ക്
മറ്റൊരു ഡോണറെ കണ്ടെത്തി. ഓപ്പറേഷൻ ഈ ആഴ്ച തന്നെ ഉണ്ടാവും. അയ്യോ അപ്പോ ഈ ചെറിയ പ്രായത്തിൽ കിഡ്നി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു അതൊന്നും വേണ്ട. അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അവരില്ലാത്തൊരു ലോകം അതെനിക്ക് സങ്കല്പിക്കാൻ കൂടി വയ്യ. സർ പ്ലീസ്. അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാവുന്നേ. മൈനയുടെ നല്ല മനസ്സ്, അത് ശരിക്കും ഞാനതറിയുന്നു. അതെന്റെ കടമയാ. അവർക്കൊന്നും വരുത്തല്ലേ ഞാൻ അള്ളാഹുവിനോട് ഉള്ളുരുക്കി പ്രാർത്ഥിക്കാം. അവരുടെ ഓപ്പറേഷന്റെ ചെലവ് പൂർണ്ണമായി ഞാൻ ഏറ്റു. നിങ്ങളുടെ സൗഹൃദത്തിനു വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണം. ഇത്രയും വലിയ തുകയോ? ചില കാര്യത്തിൽ പണമല്ല, മനസ്സാണ് മുഖ്യം. മൈനയുടെ ഈ വലിയ മനസ്സ് ഞാനത് അംഗീകരിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇനി ആ സാറ് വിളി വേണ്ട. ഞാനും ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലാ. നമുക്കിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകാം, അമ്മയെ ഒന്ന് കാണാമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൈനയെ കുറിച്ച്. വരും. കഥ പൂർത്തിയാകണമെങ്കിൽ ഒരാൾ കൂടി വരണം. വാ. ഇവളെന്താടാ സ്ലോ മോഷനിലൊക്കെ? നായികയായതിന്റെ അഹങ്കാരമായിരിക്കും. അവസാനം ഓള് പൊളിച്ചടുക്കി. നിങ്ങളുടെ കിടന്ന് നട്ടം തിരിയാൻ ഞാനില്ല. അതുകൊണ്ട് നിങ്ങളുടെ സമ്മതത്തോടു കൂടി ഞാൻ ഇവിടെ ഇങ്ങനെ അതൊന്നും ശരിയാവൂല. ഞങ്ങളെ തേച്ചിട്ട് പോവാന്ന് വിചാരിക്കണ്ട. ഓള് നമ്മുടെ മുത്തലടാ, പോട്ടറാ. എന്നാ പിന്നെ നമുക്കതൊന്ന് ആഘോഷിക്കണം. കുട്ടികളെ കുപ്പി. ഇവനെ ഞാൻ അടിക്കണോ അതോ നിങ്ങൾ അടിക്കണോ? വേണ്ടല്ലേ. ഇതിപ്പം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി പറഞ്ഞ പോലെ ആയില്ലേ? അതിന് നമ്മളെവിടേക്കും പോകുന്നില്ലല്ലോ കുളിരെ. നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്കിവിടെ അടിച്ച് പൊളിക്കാവുന്നേ. Da